ഈ സൗപർണികയുടെ കരയിൽ തന്നെയാണ് സാംപ്രേ ഗണപതി ക്ഷേത്രം. ഈ ഗണപതിക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം സൗപർണിക സ്നാനം കഴിഞ്ഞാൽ ഗണപതി ക്ഷേത്രത്തിൽ പോയി ഗണപതിയെ ദർശനം നടത്തിയതിന് വേണം അമ്മയെ പോയി കാണാൻ എന്നാണ്. ഈ ക്ഷേത്രമായിട്ട് എനിക്ക് വലിയ അടുത്ത ബന്ധമുണ്ട്. കാരണം ഞാൻ അനവധി കാലം വന്നിരുന്ന് ജപിച്ചുള്ള സ്ഥലമാണ്. ഈ ചന്ദ്രഗ്രഹണത്തിന് ഇവിടെ വന്നിരുന്ന് ജപിക്കുന്നൊരു പതിവുണ്ട്. അത് സൗപർണികയിൽ മുങ്ങിയിരുന്ന് ജപിക്കുന്നതിന്, സൗപർണിക ധ്യാനത്തിനും ജപത്തിനും തർപ്പണത്തിനും ഒക്കെ പ്രാധാന്യമുള്ള, ശരിക്കും അക്ഷരാർത്ഥത്തിൽ പുണ്യനദിയാണ്. അതിൽ ഓരോ തുള്ളി ജലവും പുണ്യമുള്ളതാണ്. സൗപർണികയിൽ മുങ്ങിയിരുന്ന് ജപിക്കുക എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. അപ്പോൾ എല്ലാ ഗ്രഹണത്തിനും അച്ഛൻ ഇവിടെ വന്നിരുന്ന് ജപിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രഹണത്തിന് ഒരു ജപം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, ഗ്രഹണം ഏതാണ്ട് 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ ഉണ്ടാവും. ആ സമയം മുഴുവൻ ജപിച്ചാൽ ഒരു പുരസ്ചരണം ചെയ്തിട്ടുള്ള ഫലമാണെന്നാണ്. 1,00,000 ഒരു അക്ഷരലക്ഷം ജപിച്ചിട്ടുള്ള ഫലമാണ്. അപ്പോൾ അച്ഛൻ എല്ലാ ഗ്രഹണത്തിനും ഇവിടെ വന്ന് ജപിക്കുമായിരുന്നു. അപ്പോൾ രാത്രി വൈകിയായിരിക്കും ചന്ദ്രഗ്രഹണം നടക്കുക. ഒരു 9:30 തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 12:30 1 മണിയൊക്കെ ആവും. വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് വാച്ചോ ഫോണോ അങ്ങനത്തെ ഉപാധികളൊന്നും കയ്യിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ സമയമായി, ഗ്രഹണത്തിൻ്റെ സമയം കഴിഞ്ഞു എന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഈ ഗണപതി അമ്പലത്തിൽ ഇരുന്ന് ജപിക്കും, വാച്ചും അലാറും ഒക്കെ ആയിട്ട്. അച്ഛൻ പുഴയിൽ ഇറങ്ങിയിരുന്ന് ജപിക്കും. സമയമാകുമ്പോൾ എൻ്റെ അലാറം അടിച്ചാൽ ഞാൻ ജപം നിർത്തി വന്ന് അച്ഛൻ്റെ അടുത്തേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി പോയിട്ട് ഉറക്ക നാമം ജപിക്കും. മായ കുണ്ടലിനി ക്രിയ മധുമതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് അച്ഛനെ മനസ്സിലാവുക അച്ഛൻ്റെ അലാറമാണ് ഞാൻ. അപ്പോഴാണ് അച്ഛൻ ജപം നിർത്താറ്. അപ്പോൾ അച്ഛൻ എല്ലാ ഗ്രഹണത്തിനും സൗപർണികയിലും ഞാൻ ഈ സാംപ്രേ ഗണപതി ക്ഷേത്രത്തിൽ ഇരുന്നിട്ടാണ് ജപിച്ചിരുന്നത്. എൻ്റെ ഒരുപാട് നാമം കേട്ടിട്ടുള്ള ഗണപതിയാണ്. അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ ബന്ധമുള്ള ഗണപതിയാണ്.